ഡിയർ ഫ്രണ്ട്സ്, UGC നെറ്റ് എക്കണോമിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ക്ലാസ്സിൻ്റെ 3-ാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ 1ഉം 2ഉം പാർട്ടുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുക. എങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഹാരഡ്-ഡോമർ മോഡൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത്? ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിലും ഹാരഡ്-ഡോമർ മോഡൽ ഓഫ് എക്കണോമിക് ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഫാക്ടർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഞാൻ വായിക്കാം. ഓപ്ഷൻ 1, ദി നാച്ചുറൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്രോത്ത് ഓഫ് ലാബർ ഫോഴ്സ് ആൻഡ് ലാബർ പ്രൊഡക്ടിവിറ്റി. ഓപ്ഷൻ 2, if actual growth, that is G, is greater than warranted rate of growth, that is GW, G can continue to diverge from GW only until it hits natural growth rate GN. Option 3, G can be greater than GN in the long run. Option 4, full employment of labor and capital require G is equal to GW is equal to GN. ഈ ക്വസ്റ്റ്യൻ 2025 ജൂണിൽ നടന്ന UGC നെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നതിന് മുന്നേ ഹാരഡ്-ഡോമർ മോഡലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഹാരഡ്-ഡോമർ മോഡൽ ഡെവലപ്പ് ചെയ്തത് സർ റോയ് ഹാരഡും FC ഡോമറുമാണ്. ഈ തിയറി പ്രകാരം എക്കണോമിക് ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ഫാക്ടേഴ്സിനെയാണ്. 1, റേറ്റ് ഓഫ് സേവിങ്, 2, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. റേറ്റ് ഓഫ് സേവിങ്ങിനെയും ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയുമാണ് എക്കണോമിക് ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് ഹാരഡ്-ഡോമർ മോഡൽ പറയുന്നത്. ഹാരഡ്-ഡോമർ ഒരു ഇക്വേഷൻ നൽകിയിട്ടുണ്ട്. ആ ഇക്വേഷനിലെ ടേമുകളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, സേവിങ്സ്. സേവിങ്സ് എസ് എന്ന ലെറ്ററിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സേവിങ് എന്ന് പറഞ്ഞാൽ പോർഷൻ ഓഫ് ഇൻകം നോട്ട് സ്പെൻഡ് ഓൺ കൺസംഷൻ. കൺസംഷന് വേണ്ടി നീക്കി വെക്കാത്ത ഇൻകത്തിൻ്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ സേവിങ് എന്ന് പറയുന്നത്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഐ എന്ന ലെറ്റർ കൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പെൻഡിങ് ഓൺ ക്യാപിറ്റൽ ഗുഡ്സ്, ദാറ്റ് ഈസ് മെഷീൻസ്, ബിൽഡിങ്സ് എന്നിവ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന സ്പെൻഡിങ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ വി ആണ്. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഗ്രോത്ത് റേറ്റ്. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ജി ആണ്. ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് നാഷണൽ ഇൻകം ഓർ ഔട്ട്പുട്ട് ഇൻക്രീസ്. ഏത് റേറ്റിലാണ് നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത്, അത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ഗ്രോത്ത് റേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ടേമുകൾ വെച്ചിട്ടാണ് ഹാരഡ്-ഡോമർ ഗ്രോത്ത് മോഡലിൽ ഡെഫിനിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. G is equal to S by V എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. G is equal to S by V. ഇവിടെ G എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, V is equal to ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, ദാറ്റ് ഈസ് K by Y. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ഇഫ് എ കൺട്രി സേവ്സ് ആൻഡ് ഇൻവെസ്റ്റ് മോർ, ദാറ്റ് ഈസ് ഹയർ സേവിങ്. അതായത് ഒരു രാജ്യത്ത് കൂടുതൽ സേവിങ് ഉണ്ടാവുകയാണ്. അപ്പോൾ സേവിങ് ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൺട്രിയിൽ സേവിങ് ഇൻക്രീസ് ആയാൽ ഓട്ടോമാറ്റിക്കലി ഗ്രോത്ത് ഇൻക്രീസ് ആകും. ഈ പ്രൊഡക്ഷൻ ഈസ് മോർ എഫിഷ്യൻറ്റ്, ഗ്രോത്ത് ഇൻക്രീസ്. പ്രൊഡക്ഷൻ എഫിഷ്യൻ്റ് ആയാലും, പ്രൊഡക്ഷൻ എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ വി എന്തായിരിക്കണം, വി ലോവർ ആയിരിക്കണം. വി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ്. അതായത് ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കാനുള്ള ക്യാപിറ്റലിൻ്റെ അളവിനെയാണ് വി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ലോവർ ആവുന്ന സമയത്ത് പ്രൊഡക്ഷൻ എഫിഷ്യൻ്റ് ആവുന്നു, അപ്പോഴും ഗ്രോത്ത് ഇൻക്രീസ് ആവുന്നു. സോ ഇവിടെ എസ് ഇൻക്രീസ് ആവുമ്പോഴും വി കുറയുമ്പോഴും ഗ്രോത്ത് ഇൻക്രീസ് ആവുന്നു. ദസ് ബോത്ത് ഹൈ സേവിങ് ആൻഡ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ക്യാപിറ്റൽ ആർ ക്രൂഷ്യൽ ഫോർ ഗ്രോത്ത്. അപ്പം ഹൈ സേവിങ്ങും ക്യാപിറ്റലിൻ്റെ എന്താണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂസും ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു അച്ചീവ് സ്റ്റഡി ഗ്രോത്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് മസ്റ്റ് ഗ്രോ അറ്റ് എ റേറ്റ് സഫിഷ്യൻറ്റ് ടു കീപ്പ് അപ്പ് വിത്ത് ഇൻക്രീസ് ഔട്ട്പുട്ട്. അപ്പോൾ സ്റ്റഡി ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായിരിക്കണം, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെ? അറ്റ് എ റേറ്റ് സഫിഷ്യൻറ്റ് ടു കീപ്പ് അപ്പ് വിത്ത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിനെ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ, ആ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റും എന്ത് ചെയ്യണം, ഗ്രോ ചെയ്തുകൊണ്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ സ്റ്റഡി ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെവലപ്പിംഗ് കൺട്രീസ് ഷുഡ് ഇൻക്രീസ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു അച്ചീവ് ഹയർ എക്കണോമിക് ഗ്രോത്ത്.
അപ്പോൾ ഈ ഒരു തിയറി എന്ന് പറയുന്നത്, ഹാരഡോമറിന്റെ തിയറി എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ബിക്കോസ് അവർ സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഇൻക്രീസ് ചെയ്താൽ മാത്രമേ അവരുടെ കൺട്രിയിലെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. സോ നമ്മുടെ 5 ഇയർ പ്ലാനിൽ നമ്മൾ ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ നമ്മൾ ഹാരഡോമർ മോഡൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ തിയറിക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട്. ആ അസംഷൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഇവിടെ വി എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. ദെൻ നെക്സ്റ്റ് ആണ് കോൺസ്റ്റന്റ് സേവിംഗ് റേഷ്യോ. സേവിംഗ് റേഷ്യോയും കോൺസ്റ്റന്റ് ആണെന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ദെൻ ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസിനെ ഫുള്ളി യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. അപ്പോൾ ഇവിടെ ലോങ് റൺ ആയിരിക്കില്ല. സോ ഇവിടെ എന്തില്ല, ടെക്നോളജിക്കൽ പ്രോഗ്രസിനെ കൺസിഡർ ചെയ്തിട്ടില്ല. ദെൻ ക്ലോസ്ഡ് എക്കോണമി. ഇവിടെ ഫോറിൻ ട്രേഡ് ഇല്ല. ഇവിടെ ഒരു ക്ലോസ്ഡ് എക്കോണമി ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് അസംഷൻ. ഈ അസംഷനും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വന്നേക്കാം. തിയറിക്ക് ക്രിറ്റിസിസം ഉണ്ട്. എന്തൊക്കെയാണ് നമുക്കതിന് ക്രിറ്റിസിസം നോക്കാം. ഇറ്റ് ഈസ് അൺറിയലിസ്റ്റിക് അസംഷൻ ലൈക്ക് ഫിക്സ്ഡ് വി ആൻഡ് നോ ടെക്നിക്കൽ ചേഞ്ചസ്. നമുക്കറിയാം വി ഒരിക്കലും എന്തായിരിക്കില്ല, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഒരിക്കലും ഫിക്സ്ഡ് ആക്കി വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ചേഞ്ചിനെ ഈ തിയറിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് അൺറിയലിസ്റ്റിക് അസംഷൻ ആണെന്ന് പറയാം. ദെൻ സെക്കൻഡ് വൺ, ഇഗ്നോസ് റോൾ ഓഫ് എന്റർപ്രണർഷിപ്പ് ആൻഡ് ഇന്നോവേഷൻ. ഇന്നോവേഷനെയും റോൾ ഓഫ് എന്റർപ്രണർഷിപ്പിനെയും ഇതിൽ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്, അൺലൈക്ക് സോളോ മോഡൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ ഉണ്ട്, അതിൽ ഇന്നോവേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹാരഡോമറുടെ മോഡലിൽ ഇന്നോവേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതൊരു ക്രിറ്റിസിസം ആയിട്ട് നമുക്ക് പറയാം. ദെൻ ദിസ് ഈസ് ഷോർട്ട് റൺ ഇൻ നേച്ചർ. ഈ തിയറി ഷോർട്ട് റൺ ആണ് പറയുന്നത്. ഡസൻറ്റ് എക്സ്പ്ലെയിൻ ലോങ് ടേം ഗ്രോത്ത് സ്റ്റെബിലിറ്റി. ഓക്കെ, ഇത്രയുമാണ് അതിൻ്റെ ക്രിറ്റിസിസം. ഇനി നമുക്കിത് വെച്ച് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇഫ് എ കൺട്രി സേവ്സ് 20% ഓഫ് ഇറ്റ്സ് ഇൻകം, ദറ്റ് ഈസ് സേവിങ് എത്രയാണ്, 20% ആണ്. അപ്പോൾ എസ് എന്തായിരിക്കും, 0.2 ആണ്. ആൻഡ് ഹാസ് എ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഓഫ് 4. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ദറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് റേറ്റ് എങ്ങനെ കാണാം? അപ്പോൾ ജി ഈസ് ഈക്വൽ ടു എസ് ബൈ വി എന്ന് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ജി ഈസ് ഈക്വൽ ടു 0.2 ബൈ 4 എന്ന് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 0.05. ദറ്റ് ഈസ് 5% ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് 5% പെർ ഇയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. ചിലപ്പോൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. ദെൻ നമുക്ക് ഇതിന്റെ സമ്മറി പറയുകയാണെങ്കിൽ ഹാരഡോമർ മോഡൽ എന്താണ് പറയുന്നത്? എക്കണോമിക് ഗ്രോത്ത് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് എ കൺട്രി സേവ്സ് ആൻഡ് ഹൗ എഫിഷ്യൻ്റ്ലി ഇറ്റ് യൂസ്ഡ് ഇറ്റ്സ് ക്യാപിറ്റൽ. എക്കണോമിക് ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സിനെയാണ്, ഒരു കൺട്രിയുടെ സേവിങ്ങും പിന്നെ എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് ആ കൺട്രി അവരുടെ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതുമാണ്. അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് ഓപ്ഷൻസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഹാരഡോമർ മോഡൽ എന്നാണ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഒഴിവാക്കി നോട്ട് കറക്റ്റ് ആണ് നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ, ദ നാച്ചുറൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്രോത്ത് ഓഫ് ലേബർ ഫോഴ്സ് ആൻഡ് ലേബർ പ്രൊഡക്ടിവിറ്റി എന്നാണ്. അതായത് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത് ഓഫ് ലേബർ ഫോഴ്സിന്റെയും ലേബർ പ്രൊഡക്ടിവിറ്റിയുടെയും ഫലമാണ്. നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവുന്നത്, അതായത് ജി എൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഗ്രോത്ത് റേറ്റ് ഓഫ് ലേബർ ഫോഴ്സും ലേബർ പ്രൊഡക്ടിവിറ്റിയും കൊണ്ടാണ്. അപ്പോൾ ഇതെന്താണ്? കറക്റ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ എന്താ പറയുന്നത്? ഇഫ് ആക്ച്വൽ ഗ്രോത്ത് ഈസ് ഗ്രേറ്റർ ദാൻ വാറന്റഡ് റേറ്റ് ഓഫ് ഗ്രോത്ത്, ആക്ച്വൽ ഗ്രോത്ത് ക്യാൻ കണ്ടിന്യൂ ടു ഡൈവേർജ് ഫ്രം വാറന്റഡ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓൺലി അണ്ടിൽ ഇറ്റ് ഹിറ്റ്സ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്, ദാറ്റ് ഈസ് GN. അപ്പം ഇത് ട്രൂ ആണ്. എന്തുകൊണ്ടാണ് ഇത് ട്രൂ ആവുന്നത് നോക്കാം. വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഗ്രോത്ത് റേറ്റ് ആണ്. ദാറ്റ് മീൻസ് നെയ്തർ എക്സസ് ആയിരിക്കാം നോർ ഇൻസഫിഷ്യന്റുമാണ്. ഓക്കെ, ഇനി ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ട് ഉണ്ടാവുന്ന ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പൊ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറന്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ, വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് വിഷ് ചെയ്യുന്ന ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പൊ അതിനേക്കാൾ കൂടുതലാണ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പം ഇൻഫ്ലേഷണറി പ്രഷർ എക്കോണമിയിൽ ഉണ്ടാവും. എന്നാൽ ഈ ഒരു വ്യത്യാസം കുറെ സമയം എന്ത് ചെയ്യില്ല, കണ്ടിന്യൂ ചെയ്യില്ല. അത് എന്താണ്? ഗ്രോത്ത് ഈസ് ലിമിറ്റഡ് ബൈ ദ നാച്ചുറൽ റേറ്റ്. അതായത് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എത്തുന്നത് വരെ മാത്രമേ ഈ ഒരു ഗ്രോത്ത് റേറ്റ് ഉണ്ടാവുകയുള്ളൂ. അതായത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറന്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ ഓവർ ആവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എത്തുന്ന വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ലേബർ അവൈലബിലിറ്റി ഓഫ് ലേബറും പ്രൊഡക്ടിവിറ്റിയും, അതായത് റിസോഴ്സസ് ഫുള്ളി യൂസ് ചെയ്തിട്ട് എത്തുന്ന ഒരു പോയിന്റ് വരെ മാത്രമേ ഗ്രോത്ത് റേറ്റ് നമുക്ക് അവൈലബിൾ ആവുള്ളൂ. ഇപ്പൊ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറന്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ അധികമാവാം, ബട്ട് അത് ടെമ്പററി മാത്രമാണ്. എന്നാൽ GN-നേക്കാൾ ഒരിക്കലും ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യില്ല. അപ്പൊ നമ്മുടെ ഓപ്ഷൻ പ്രകാരം ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറന്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാളും ഇൻക്രീസ് ആവാം,
ബട്ട് കണ്ടിന്യൂ ടു ഡൈവേർജ് ഫ്രം GW ഓൺലി അണ്ടിൽ ഇറ്റ് ഹിറ്റ്സ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ട്രൂ. ഈ ഒരു ഓപ്ഷൻ എന്താണ്? ട്രൂ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ തേർഡ് ഓപ്ഷൻ നോക്കാം. G can be greater than GN in the long run. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു G ഒരിക്കലും ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഒരിക്കലും നാച്ചുറൽ ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടുകയില്ല. അത് ലോങ് റണ്ണിലായാലും എന്ത് ചെയ്യില്ല, കൂടില്ല എന്ന് നമ്മളിപ്പോ മനസ്സിലാക്കി. ദാറ്റ് ഈസ് G ഈസ് ഈക്വൽ ടു GW ഈസ് ഈക്വൽ ടു GN എന്നാണ്. സോ ഇറ്റ് ഈസ് എന്താണ്? ഫോൾസ് ആണ്. അതൊരിക്കലും ശരിയല്ല. ഇനി ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് ലാബർ ആൻഡ് ക്യാപിറ്റൽ റിക്വയർ G ഈസ് ഈക്വൽ ടു GW ഈസ് ഈക്വൽ ടു GN. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആണ്. അതായത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറന്റഡ് ഗ്രോത്ത് റേറ്റും നാച്ചുറൽ ഗ്രോത്ത് റേറ്റിന് ഈക്വൽ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് ലാബർ ആൻഡ് ക്യാപിറ്റൽ ആയിരിക്കും. ഇതെന്താണ്? ഇത് കറക്റ്റ് ആണ്. നമ്മുടെ ഓപ്ഷനിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ 1ഉം 2ഉം 4ഉം കറക്റ്റ് ആണ്. ഇതിൽ 3 മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉള്ളത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ.